ശക്തവും ഏറ്റവുമധികം സ്വാധീനശേഷിയുമുള്ള ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തുന്ന ഓരോ വോട്ടിലൂടെയുമാണ് നമ്മുടെ ജനാധിപത്യം രൂപപ്പെടുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ യാത്രാസൗകര്യങ്ങളോ റോഡുകളോ ഇല്ലാത്ത സ്ഥലങ്ങളും ഇന്ത്യയിലുണ്ട്. എന്നാൽ ഇത്തരം സ്ഥലങ്ങളിലും വോട്ടർമാർ അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്താറുമുണ്ട്. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനുള്ള സാഹചര്യം ഒരുക്കുന്നു. ഓരോ ഇന്ത്യൻ പൗരനും ഏറ്റവും വലിയ ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ഭാഗമാകയാൽ 5 വർഷത്തിൽ ഒരിക്കൽ തൻ്റെ വോട്ട് രേഖപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്. ജനാധിപത്യത്തിൽ അവർക്കുള്ള വിശ്വാസവും വർഷം തോറും വളരുകയാണ്. ഈ വിശ്വാസം സുദൃഢമായതിനാലാണ് തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന അധികാര കൈമാറ്റം എപ്പോഴും സമാധാനപരമായി സംഭവിക്കുന്നത്. അത് ഭരണകക്ഷിയാകട്ടെ പ്രതിപക്ഷമാകട്ടെ, അവർ പ്രതികൂലമായ ജനവിധിയെ പൂർണ്ണ സമ്മതത്തോടെ സ്വീകരിക്കുന്നു. ജനക്ഷേമവും ജനങ്ങളുടെ സുരക്ഷിതത്വവും ഇന്ത്യയുടെ നയങ്ങളിൽ പ്രതിഫലിക്കുന്നു. എല്ലാ ഗവൺമെൻറ്റുകളും ഈ നയങ്ങൾ പിന്തുടരാറുണ്ട്. കഴിഞ്ഞ 17 തെരഞ്ഞെടുപ്പുകളിലൂടെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതി കൂടുതൽ പക്വത നേടിയിട്ടുണ്ട്. ജനാധിപത്യത്തിൻ്റെ ആഘോഷം കൂടിയായ തെരഞ്ഞെടുപ്പുകളിൽ നാം ഭാഗഭാക്കുകളാകുകയാണ്. ഡ്യൂഗോങ് ക്രീക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിലെ ചെറിയൊരു ദ്വീപാണ്. ദക്ഷിണ ആൻഡമാൻ ജില്ലയിലെ ചെറു ആൻഡമാൻ തഹസീലിൽ ആണ് ഈ ദ്വീപ്. ഈ ദ്വീപിൽ 23 കുടുംബക്കാർ മാത്രമാണ് താമസിക്കുന്നത്. ഡ്യൂഗോങ് ക്രീക്കിൻ്റെ ജനസംഖ്യ 109 ആകുന്നു. ഇതിൽ 59 ആണുങ്ങളും 50 പെണ്ണുങ്ങളുമാകുന്നു. ഇവിടുത്തെ സമ്മതിദായകരുടെ എണ്ണം 68 ഈ രാജ്യത്തെ ഒരു വോട്ടർക്കു പോലും സ്വന്തം വോട്ട് രേഖപ്പെടുത്തുവാനുള്ള അവകാശം നഷ്ടപ്പെടാതിരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ശ്രമിക്കാറുണ്ട്. രാജ്യത്ത് ഏറ്റവും താഴത്തെ തട്ടിലുള്ള വോട്ടർമാർക്കും വോട്ട് രേഖപ്പെടുത്തുവാനുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കാറുണ്ട്. അവരുടെ വോട്ടുകൾ കൂടി രേഖപ്പെടുത്തുമ്പോഴാണ് ഓരോ വോട്ടർമാർക്കും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതി ശക്തമത്താണ് എന്ന് അഭിമാനത്തോടുകൂടി പറയുവാൻ കഴിയുന്നത്. ഇതുപോലെ വിദൂരങ്ങളായ ചെന്നെത്താൻ കഴിയാത്ത പല സ്ഥലങ്ങളും ഉള്ള രാജ്യമാണ് ഇന്ത്യ. ഇവിടെയെല്ലാം എത്തി ജനങ്ങളെ ബോധവാന്മാരാക്കുവാനും അവരെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുവാനും പോളിംഗ് ബൂത്തുകൾ സ്ഥാപിക്കുന്നതും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. എന്നാൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രയത്നത്താൽ ഈ വിഷമങ്ങളെല്ലാം തരണം ചെയ്യപ്പെടുന്നുമുണ്ട്. ഇത്തരം സ്ഥലങ്ങളിലും വോട്ടർമാർക്ക് ബുദ്ധിമുട്ടില്ലാതെ വോട്ടുകൾ രേഖപ്പെടുത്തുവാൻ കഴിയുന്നു. ആൻഡമാനിലെ എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ആൻഡമാൻ ആദിമ ഗോത്ര വികസന കമ്മിറ്റിയുടെ പ്രവർത്തകർ ഇവിടെ സ്ഥിരമായി കഴിയുന്നവരാണ്. ഇവിടെ ഒരു സ്കൂളും ആരോഗ്യ കേന്ദ്രവും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെ ആദിമ ഗോത്ര വികസന കമ്മിറ്റിയുടെ പ്രവർത്തകർ ഓഞ്ചെ ഗിരിവർഗക്കാരുമായി ചേർന്നും പ്രവർത്തിക്കാറുണ്ട്. ഈ സ്ഥാപനത്തിലും ഓഞ്ചെ ഗോത്രഭാഷ അറിയാവുന്ന അനേകം പേരുണ്ട്. അവർ ഓഞ്ചെ ഗോത്രവർഗക്കാരുമായി ആശയവിനിമയം നടത്താറുണ്ട്. ഗിരിജന വികസന കമ്മിറ്റിയിലെ പ്രവർത്തകർ വർഷങ്ങൾക്കു ശേഷമാണ് ഓഞ്ചെ ഗോത്രക്കാരുടെ വിശ്വാസം നേടിയെടുത്തത്. ഈ കമ്മിറ്റി പ്രവർത്തകരാണ് ഗിരിജനങ്ങളെ തിരിച്ചറിയൽ കാർഡുകൾ നൽകുകയും
ആധാർ കാർഡുകളും വോട്ടർ പട്ടികകളും തയ്യാറാക്കാനും സഹായിച്ചത്. അവരെ വോട്ടിംഗ് പ്രക്രിയയെപ്പറ്റി ബോധവാന്മാരാക്കിയെടുത്തതും പ്രവർത്തകരാണ്. ഇവർ വളരെ നിഷ്കളങ്കരും ഈ ഗോത്രക്കാരുടെ സ്ത്രീജനങ്ങൾ വളരെ ലജ്ജാശീലരുമാണ്. ഞങ്ങൾ അവരുടെ ഗോത്ര തലവന്മാരുമായി സമ്പർക്കം സ്ഥാപിക്കുകയും അവർ മുഖാന്തരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇത് വളരെ ദൈർഘ്യമുള്ള ഒരു പ്രക്രിയയാണ്. നിങ്ങൾ നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പിൻ്റെ പല ചിത്രങ്ങളും കണ്ടിട്ടുണ്ടാകാം. ഇന്ന് സൺസെറ്റ് ടെലിവിഷനിലൂടെ ഞങ്ങൾ ചില ദൃശ്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഇത് കാണുമ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും താണശ്രേണിയിലുള്ളവരും എത്തിപ്പെടാൻ വിഷമമുള്ള ഭൂവിഭാഗങ്ങളിൽ കഴിയുന്നവർ പോലും അവരുടെ വോട്ടിംഗ് അവകാശങ്ങൾ ഉപയോഗിക്കുന്നത് കണ്ട് നമുക്കേവർക്കും അഭിമാനിക്കുവാനാകും. അതെ, ഞങ്ങൾ രാജ്യത്തെ വളരെ പ്രത്യേകതകളുള്ള ഡ്യൂഗോങ് ക്രീക്കിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ എത്തിപ്പെടുന്നത് കടൽ മാർഗത്തിലൂടെയാണ്. തിരമാലകളെ മുറിച്ചു കടന്ന് അവിടെ നാം എത്തുന്നു. പോളിംഗ് ഉദ്യോഗസ്ഥർ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി അവിടെ എത്തി രാത്രി ചിലവഴിക്കുകയാണ്. പകൽ പോളിംഗ് തുടങ്ങുമ്പോൾ എല്ലാ ഗോത്രവിഭാഗക്കാരും അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തുന്നു. ഈ വലിയ ജനാധിപത്യത്തിൻ്റെ ആഘോഷത്തിൽ ഈ ഗോത്രവിഭാഗക്കാരും ഭാഗഭാക്കാകുന്നു. ആദ്യഘട്ടം പോളിംഗ് സ്റ്റേഷൻ ഡ്യൂഗോങ് ക്രീക്ക്. തെരഞ്ഞെടുപ്പ് ദിവസം ഏപ്രിൽ 19, ദിവസം 17 ഏപ്രിൽ. ഡ്യൂഗോങ് ക്രീക്കിലേക്കുള്ള പോളിംഗ് ഉദ്യോഗസ്ഥർ പോർട്ട് ബ്ലെയറിൽ നിന്ന് ചെറിയ ആൻഡമാനിലേക്ക് യാത്രയാകുകയാണ്. 8 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് അവർ ചെറിയ ആൻഡമാനിലെത്തുന്നത്. പോളിംഗ് ഉദ്യോഗസ്ഥർ ജെട്ടിയിൽ ഇറങ്ങിയിട്ടാണ് പോളിംഗ് സ്റ്റേഷനിലേക്ക് യാത്ര തുടരുന്നത്. 18 ഏപ്രിൽ. പോളിംഗ് പാർട്ടി അംഗങ്ങൾ വി പാറ്റുകൾ, EVMകൾ തുടങ്ങിയ പോളിംഗ് സാമഗ്രികൾ പാക്ക് ചെയ്ത് സുരക്ഷ ഉറപ്പാക്കിയ ശേഷം ആൻഡമാനിൽ നിന്ന് ഡ്യൂഗോങ് ക്രീക്കിലേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥരോടൊപ്പം യാത്രയാകുന്നു. 45 മിനിറ്റ് നേരത്തെ ബസ് യാത്രയ്ക്കു ശേഷം പോളിംഗ് ടീമിലെ അംഗങ്ങൾ കൊതുമ്പ് വള്ളങ്ങളിലേക്കെത്തുന്നു. എല്ലാവരും വേലിയേറ്റത്തിനായി കാത്തുനിൽക്കുന്നു. വേലിയേറ്റം തുടങ്ങവേ EVM മെഷീനുകളും പാറ്റുകളും വള്ളത്തിൽ കയറ്റിവെച്ചിട്ട് 2 വള്ളങ്ങളിലായി എഞ്ചിനീയർമാരുകളും മറ്റു പോളിംഗ് ഉദ്യോഗസ്ഥന്മാരും ഡ്യൂഗോങ് ക്രീക്കിലേക്ക് യാത്ര തിരിക്കുന്നു. ഈ യാത്ര ഒരു സാഹസിക യാത്ര തന്നെയാണ്. ഈ കടലിടുക്ക് വീതി കുറഞ്ഞതാണ്. മുള്ളുള്ള മരങ്ങളുള്ള കടലിടുക്ക് സമുദ്രത്തിൽ ചെന്നു ചേരുന്നു.
ബേ ഓഫ് ബംഗാൾ കടലിലെ തിരമാലകളെ മുറിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും വഹിച്ചുകൊണ്ട് 2 ബോട്ടുകൾ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഗമിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ ഈ വലിയ ആഘോഷത്തിൻ്റെ സാക്ഷിയാകാൻ ഈ കടലിലെ തിരമാലകൾക്കും കഴിഞ്ഞിരിക്കുന്നു. ഒന്നര മണിക്കൂർ യാത്ര ചെയ്ത് എല്ലാ ടീം അംഗങ്ങളും ഡ്യൂഗോങ് ജെട്ടിയിൽ എത്തി. പോളിംഗ് ടീം ജെട്ടിയിൽ നിന്നും തിരിച്ച് ഡ്യൂഗോങ് ക്രീക്ക് പോളിംഗ് സ്റ്റേഷനിൽ എല്ലാവിധ പോളിംഗ് സാമഗ്രികളോടും കൂടി എത്തിച്ചേരുകയാണ്. ഓൻഗെ ഗോത്രവർഗക്കാർ ഡ്യൂഗോങ് ക്രീക്കിൽ വസിക്കുന്നവരാണ്. ഇവർ ജനസമ്പർക്കം തീരെയില്ലാത്ത ഒരു ഗോത്രവർഗക്കാരാണ്. ഇവർ ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവിടെ തന്നെ കഴിയുന്നവരാണ്. ഇവിടെ എത്തിച്ചേരുവാനുള്ള മാർഗം വളരെ ദുർഘടം പിടിച്ചതുമാണ്. കടലിടുക്കും സമുദ്രവും കടന്നു വേണം ഇവിടെ എത്തുവാൻ. വേലിയേറ്റ ഇറക്കങ്ങളെ അനുസരിച്ചാണ് ഇവിടേക്ക് സഞ്ചരിക്കേണ്ടി വരുന്നത്. വലിയ കപ്പലുകൾക്ക് ഇവിടെ എത്തിച്ചേരുവാൻ വിഷമമായതിനാൽ മുക്കുവന്മാരുടെ വള്ളത്തിലാണ് ഇവിടെ എത്തിച്ചേരാൻ കഴിയുന്നത്. ഈ കടലിടുക്ക് ഒരു വിദൂര സ്ഥലത്താണ്. ഈ സ്ഥലവുമായി ആശയവിനിമയ സൗകര്യങ്ങളൊന്നുമില്ല. രാത്രി സമയത്ത് ഇവിടെ എത്തിച്ചേരുന്നത് കൂടുതൽ ശ്രമകരമാണ്. നോക്കൂ, കടൽ മാർഗത്തിലൂടെ മാത്രമേ ഇവിടെ ഈ സ്ഥലത്ത് എത്തിച്ചേരുവാൻ കഴിയൂ. ചെറിയ വള്ളങ്ങളിൽ മാത്രമേ നമുക്ക് ഇവിടെ വന്നു ചേരാൻ കഴിയുന്നുള്ളൂ. 1 മുതൽ 1.5 മണിക്കൂർ സമയമാണ് ചെറുവള്ളങ്ങളിൽ ഇവിടെ എത്താൻ വേണ്ടി വരുന്നത്. അതും വേലിയേറ്റമുള്ള സമയത്ത് മാത്രം. ഇത് വളരെ സവിശേഷതകളുള്ള ഒരു പോളിംഗ് സ്റ്റേഷനാണ്. ഇത്രയും ദുർഘടമായ വഴികൾ താണ്ടിയെത്തിയ എല്ലാ ടീം അംഗങ്ങളും ക്ഷീണിതരാണ്. എങ്കിലും എല്ലാവരും ചേർന്നാണ് 33 അംഗങ്ങളുള്ള ടീമിനു വേണ്ടി ഭക്ഷണം തയ്യാറാക്കുന്നത്. ഭക്ഷണം കഴിച്ച ശേഷം ടീം കുറച്ചു നേരത്തേക്ക് വിശ്രമിക്കുന്നു. ഞങ്ങൾ ഒരു ഗസ്റ്റ് ഹൗസ് നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ പോളിംഗ് പാർട്ടി വളരെ വലുതാണ്. അതിനാൽ അവർക്കും പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരുന്നു. ഞങ്ങൾ കൊച്ച് ആൻഡമാനിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ട റേഷൻ കരുതിക്കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഡ്യൂഗോങ്ങിൽ അതിനുള്ള സൗകര്യമില്ല. ഓങ്കെ ഗോത്രവിഭാഗക്കാരുടെ ജീവിതശൈലി അതിപുരാതനമാണ്. അതിനാൽ തന്നെ പോളിംഗ് പാർട്ടിക്ക് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു. ഞങ്ങൾ ഭക്ഷണ സാമഗ്രികൾ, മരുന്നുകളുടെ കിറ്റുകൾ ഇവയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യ സാധനങ്ങൾ ഇവിടുത്തെ പൊതുഭരണ വകുപ്പ് കരുതിയിട്ടുമുണ്ട്. ഓൻഗെ ഗോത്രക്കാരുടെ ജീവിതശൈലി ഞാൻ പറഞ്ഞതുപോലെ അതിപുരാതനമാണ്. ഇവിടെ നിന്നും പോകുകയും വരികയും ചെയ്യുന്നത് വേലിയേറ്റത്തെ ആശ്രയിച്ചിട്ടാണ്. ഏപ്രിൽ 19, 5:30 മണി പകൽ സമയം. ഏപ്രിൽ 19 ജനാധിപത്യത്തിൻ്റെ
ആ വലിയ ആഘോഷദിനം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നടക്കാനിരിക്കുന്നത്. പോളിംഗ് ടീം അംഗങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് മോക്ക് പോളിംഗ് തുടങ്ങി. ഇതിലൂടെയാണ് EVM, VVPAT ഇവയുടെ പ്രവർത്തനം പരീക്ഷിക്കപ്പെടുന്നത്. ഇവ പരീക്ഷിക്കപ്പെട്ട് ബോധ്യമായ ശേഷം പോളിംഗ് സ്റ്റാഫുകളും എഞ്ചിനീയർമാരും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കുന്നു. സമയം 7 മണി പകൽ. ഡ്യൂഗോങ് ക്രീക്കിലെ പോളിംഗ് ബൂത്ത് ജനാധിപത്യത്തിൻ്റെ ഈ വലിയ ആഘോഷത്തിനായി തയ്യാറായി കഴിഞ്ഞു. ഇവിടെ നിവസിക്കുന്ന ഓഞ്ചെ ഗോത്രവർഗക്കാർ പുലർച്ചെ മുതൽ വോട്ടുകൾ രേഖപ്പെടുത്തുവാൻ വന്നു തുടങ്ങി. വൈകുന്നേരം 6 മണിയായപ്പോഴേക്കും 68 വോട്ടർമാരിൽ 63 പേരും വോട്ടുകൾ രേഖപ്പെടുത്താനെത്തിക്കഴിഞ്ഞു. ഭരണ സംവിധാനം എല്ലാ കാര്യങ്ങളും നന്നായി ആസൂത്രണം ചെയ്തിട്ടാണ് പ്രവർത്തിച്ചത്. ടീം അംഗങ്ങൾ എല്ലാ ജനങ്ങളെയും നേരിൽ കണ്ട് പ്രോത്സാഹിപ്പിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോളിംഗ് 91% എന്ന കാര്യമാണ്. ഇത് മറ്റുള്ള ഇന്ത്യക്കാർക്കും ഒരു മാതൃകയാകേണ്ടതാണ്. അവർ വളരെ ആവേശത്തോടെയാണ് ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്തത്. ഇവിടുത്തെ പോളിംഗ് ശതമാനം വളരെ തൃപ്തികരമാണ്. ഇവിടെ 100% പോളിംഗ് സംഭവിക്കാമായിരുന്നു. ചില വ്യക്തികൾക്ക് അസുഖം ബാധിച്ചതിനാലാണ് അങ്ങനെ സംഭവിക്കാതിരുന്നത്. 90% പോളിംഗ് നടന്നു എന്നത് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്.
EVM-ഉം VVPAT-കളും സുരക്ഷമാക്കുന്ന പ്രക്രിയ വൈകിട്ട് 6 മണിക്ക് ശേഷം ആരംഭിച്ചു. ഡ്യൂഗോങ് ക്രീക്ക് ജെട്ടിയിൽ ടീം അംഗങ്ങൾ വീണ്ടും എത്തി. പിന്നീട് 2 ബോട്ടുകളിലായി 1 മണിക്കൂർ യാത്ര ചെയ്ത് മുഴുവൻ ടീം അംഗങ്ങളും കൊച്ച് ആൻഡമാൻ ഗ്രാമത്തിലെത്തി. അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ബസ്സുകളും പോളിംഗ് ടീം അംഗങ്ങളെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ബസ്സിൽ യാത്ര ചെയ്ത് കൊച്ച് ആൻഡമാനിൽ എത്തിയ ശേഷം EVM-കളും VVPAT-കളും തീവ്രമായ സുരക്ഷാ സംവിധാനത്തോടെ കൈമാറുകയുണ്ടായി. ഏപ്രിൽ 20 10 മണിക്ക് കൊച്ച് ആൻഡമാനിലെ ജെട്ടിയിൽ ടീം അംഗങ്ങൾക്കായി കപ്പൽ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാ EVM-കളും VVPAT-കളും കപ്പലിൽ കയറ്റിവെക്കുകയായി. ആറു മണിക്കൂർ യാത്ര ചെയ്ത് കപ്പലുകൾ പോർട്ട് ബ്ലെയർ ജെട്ടിയിലെത്തി. EVM-കൾ ആൻഡമാനിലെ സുരക്ഷിതമായ സ്റ്റോറേജ് മുറികളിൽ സൂക്ഷിക്കപ്പെടുന്നു. ഈ വിധത്തിലാണ് ആൻഡമാൻ നിക്കോബാറിലെ ഡ്യൂഗോങ് ക്രീക്കിലുള്ള ഓൻഗെ ഗോത്രവർഗക്കാരുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടത്. ഡ്യൂഗോങ് ക്രീക്ക് വളരെ പ്രത്യേകതകളുള്ള പോളിംഗ് സ്റ്റേഷനാണ്. ഈ വിജയം കാണിക്കുന്നത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിബദ്ധതയെയാണ്. വോട്ടുകൾ ചെയ്യുവാനുള്ള തൻ്റെ അവകാശം ഒരു വ്യക്തിക്ക് പോലും നഷ്ടപ്പെടുവാൻ പാടില്ല എന്ന് നാം ഉറപ്പുവരുത്തുന്നു. ഡ്യൂഗോങ് ക്രീക്കിലെ 91% വോട്ടിംഗ് ഇതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. ആരോ പറഞ്ഞിട്ടുണ്ട്, തെരഞ്ഞെടുപ്പിൻ ആഘോഷമെവിടെ എത്തി കണ്ടാലും, ജനാധിപത്യത്തിൻ മണ്ണിൽ വസന്തമെത്തി കണ്ടാലും.
എൻ്റെ പിറകിൽ കാണുന്ന പോളിംഗ് സ്റ്റേഷൻ ഒരുപാട് സവിശേഷതകളുള്ള ഒന്നാണ്. ഇതിനെ ഡ്യൂഗോങ് ക്രീക്ക് എന്ന് വിളിക്കുന്നു. ഇവിടെ വസിക്കുന്ന 68 വോട്ടർമാരിൽ 63 പേരും വോട്ടുകൾ രേഖപ്പെടുത്തുകയുണ്ടായി.